ഹലോ ഗൈസ്. അപ്പം ഈ കല്ലുകൾ തമ്മിൽ ഉരയ്ക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ കുറേ വൈറലായിട്ടുള്ള വീഡിയോസ് ആണല്ലോ. അപ്പം കൊട്ടിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം അറിയില്ലേനു കേട്ടോ. ഈ കല്ലുകൾ തമ്മിൽ ഉരത്തിയാൽ ഒന്നെങ്കിൽ ഭസ്മോ ചന്ദനം കിട്ടും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലേനു. അപ്പം ഞാൻ പിന്നെ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേന്ന്. അപ്പം ഞങ്ങൾ പുഴയിൽ ഇറങ്ങിങ്ങാണ്ട് 2 കല്ലിട്ട് ഉരതി നോക്കി കേട്ടോ. ഉരതി നോക്കിയപ്പം ചില ആൾക്കാർക്ക് ഭസ്മം കിട്ടുന്നുണ്ട്, ചില ആൾക്കാർക്ക് ചന്ദനമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഭസ്മം കിട്ടുന്നത് നമ്മൾ മഹാദേവൻ്റെ ഭക്തർക്കായിരിക്കും ഈ ഒരു ഭസ്മം കിട്ടുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ പാർവതി ദേവിയുടെ ഭക്തർക്കായിരിക്കും ഈ ഒരു ചന്ദനം കിട്ടുക എന്നൊക്കെയുള്ളൊരു വിശ്വാസം കേട്ടോ ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് കല്ലുകൾ അടുക്കിടയ്ക്ക് വെക്കാറുണ്ട് കേട്ടോ. അതും ഒരു വിശ്വാസമാണ്. പിന്നെ നമ്മൾ ഈ ബാവലിപ്പുഴയത്തെ കല്ലുകൾ വീട്ടിൽ കൊണ്ടുപോയി ഒരുതൂല. വീട്ടിൽ കൊണ്ടുപോയി ഒരുതിയാൽ അതിൽ ഒന്നും വരില്ല. കാരണം ഈ ഒരു ശങ്കരാചാര്യർ ഈ ഒരു കല്ലിനെ ഈ ഒരു ശിവലിംഗമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതും ഒരു വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഫുൾ വ്ളോഗ് ഇടാം കേട്ടോ, അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബായ്.